ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. ആലസ്യവും മടിയുമൊക്കെ വെടിഞ്ഞ് മനുഷ്യൻ അധ്വാനിക്കേണ്ടവനാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. മനുഷ്യനിൽ അധ്വാനശീലം വേണം. വെറുതെ കൈകെട്ടി ഇരിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓരോരുത്തരും അവനവന്റെ റിസ്ക് അന്വേഷിച്ച് ഇറങ്ങേണ്ടവരാണ്. ലാ തകുൻ ഖല്ലൻ അലൽ ഗൈർ. മറ്റുള്ള ആളുകൾക്ക് നിങ്ങളാരും ഭാരമാവരുത്. ഇത് ഇസ്ലാമിന്റെ ഒരു പോളിസിയാണ്. എന്റെ കുട്ടിനെ കെട്ടിക്കാൻ ആരെങ്കിലും തന്നിട്ട് വേണം, എന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു പോകണമെങ്കിൽ ആരെങ്കിലും കൊണ്ടു തന്നിട്ട് വേണം, ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് പൈസ അയക്കട്ടെ, ഞാനൊരു പണിയും ചെയ്യൂല, ഞാൻ അങ്ങാടി പോവുക, ചിക്കൻ ഇറച്ചൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക, തിന്ന് എന്നല്ലാതെ പണി ഞാൻ എടുക്കൂല. ആ ഒരു രീതിയിൽ നമ്മുടെ യുവസമൂഹം മടിയന്മാരായി മാറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു സമരം മുടക്കും, ജോലി മുടക്കും, പണിമുടക്കിന്റെ സമരം വേറെ. എന്തിനായി പണിമുടക്ക്? അല്ലെങ്കിലേ പണിയില്ല. പണി ചെയ്യാതെ നടക്കുന്ന മനുഷ്യന്മാര് പിന്നെ പണിമുടക്ക് സമരങ്ങൾ വേറെയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം, വലിയൊരു ഇബാദത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ ദലൂലൻ, നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നതാക്കി മാറ്റിത്തന്നത്, വഴക്കമുള്ളതാക്കി മാറ്റിത്തന്നത്, നിങ്ങൾക്ക് വഴങ്ങുന്നതാക്കി മാറ്റിത്തന്നത് ഹുവ, അല്ലാഹുവാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ. ഇത് അല്ലാഹു ചെയ്ത പണിയാണ്. നമ്മുടെ ഈ തെങ്ങും ഈ കൃഷികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലാഹു ചെയ്തത് കൊണ്ടാണ്. ഇങ്ങനത്തെ ഒരു കഷ്ണമായി ഭൂമിയും ഒരു പാറക്കഷ്ണമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫംശൂ ഫീ മനാകിബിഹാ. അതുകൊണ്ട് ഭൂമിയുടെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നു നോക്കൂ, യാത്ര ചെയ്തു നോക്കൂ, വിവിധ പ്രദേശങ്ങൾ കണ്ടു നോക്കൂ, രാജ്യങ്ങൾ പോയി സന്ദർശിച്ചു നോക്കൂ. ഫംശൂ ഫീ മനാകിബിഹാ. അത് മറ്റൊരു അത്ഭുതമാണ്. ഭൂമി എല്ലായിടത്തും കേരളത്തെ പോലെയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവാൻ, പുറം രാജ്യത്തേക്ക് പോവാൻ താല്പര്യം തോന്നൂല. ഇതേപോലെ തന്നെ. അങ്ങനെയല്ല. ആഫ്രിക്കൻ വൻകരയ്ക്കൊരു വേറെ ഭൂപ്രകൃതി, മിഡിൽ ഈസ്റ്റിനൊന്ന് വേറെ, സൗത്ത് ഈസ്റ്റിനൊന്ന് വേറെ, ഫാർ ഈസ്റ്റിനൊന്ന് വേറെ, യൂറോപ്പിനൊന്ന് വേറെ, വെസ്റ്റേൺ രാജ്യങ്ങൾക്കൊന്ന് വേറെ. ഓരോ മണ്ണിനും പ്രത്യേകത. കേരളം വിട്ട് കർണാടകത്തിലേക്ക് എത്തിയാൽ നമുക്ക് എത്തിയാൽ മനസ്സിലാവും കർണാടക എത്തിയിട്ടുണ്ടെന്ന്, അല്ലെ? തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ അവിടെ നിന്ന് പോയി കണ്ണു തുറന്നാലും മനസ്സിലാവും ഞാൻ ഇപ്പൊ കേരളം വിട്ടിട്ടുണ്ട്. എന്തേ? എല്ലാ പ്രദേശത്തിനും അതിൻ്റെതായ ചില ഖാസിയത്ത്, ചില പ്രത്യേകതകൾ അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ പണിയാണ്. ഫംശൂ ഫീ മനാകിബിഹാ. നിങ്ങളൊന്ന് യാത്ര ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും. വകുലൂ മിർ റിസ്ഖി. യാത്ര ചെയ്ത് നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്ഖിൽ നിന്ന് ഭക്ഷിക്കണേ. അവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. വകുലൂ മിർ റിസ്ഖി. നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്ഖ് ഭക്ഷിക്കണമേ. നിങ്ങൾ യാത്ര ചെയ്യണം, നിങ്ങൾ അധ്വാനിക്കണം, എന്നിട്ട് നിങ്ങൾ ഭക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോ മനുഷ്യൻ റിസ്ഖിന്റെ ആവശ്യത്തിന് യാത്ര ചെയ്യുന്നത്, ഇപ്പൊ പ്രവാസികളായ ആളുകൾ, അല്ലെങ്കിൽ മുണ്ടേരിക്കാരായ ആളുകൾ കർണാടകയിലേക്ക് പോകുന്നത്, കൊടകിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോംബെയിലോ മറ്റ് സിറ്റികളിലോ ബാംഗ്ലൂരിലോ മൈസൂരിലോ പോയി ജോലി ചെയ്യുന്നത്. ഫംശൂ ഫീ മനാകിബിഹാ. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചേക്കണം, എന്നിട്ട് നിങ്ങളുടെ റിസ്ഖ് നിങ്ങൾ കണ്ടെത്തണം. ഉകുലൂ മിർ റിസ്ഖി. ഭക്ഷണം കണ്ടെത്തണം. വഇലൈഹി നുശൂർ. അങ്ങനെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വഇലൈഹി നുശൂർ. ഈ യാത്രകൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. എല്ലാ യാത്രയും അവസാനിക്കും. ആ അവസാനത്തെ ആ ഒരു യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന ഒരു യാത്രയുണ്ട്. വഇലൈഹി നുശൂർ. അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ അവസാനത്തെ എത്തിച്ചേരൽ. ഫൈനൽ റിസറക്ഷൻ isn't to Allah. അല്ലാഹുവിലേക്കാണ്. അവനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു യാത്രയുണ്ട്. അത് ഭൂമിയിൽ തുടങ്ങും, ഇവിടെ അവസാനിക്കും. പക്ഷെ അത് അല്ലാഹുവിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്.
നിങ്ങൾ യാത്ര ചെയ്യണേ, അധ്വാനിക്കണേ, നിങ്ങൾക്ക് ഭൂമി ഞാൻ അതിനൊരുക്കി തന്നിരിക്കുകയാണ്. ഈ ഭൂമിയെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. കൃഷിയും കച്ചവടവും ചെയ്ത് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ധന്യമാക്കണം. സത്യവിശ്വാസികൾ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന് തന്നെയാ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അതുകൊണ്ടാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ പരിശുദ്ധമായ ഹിജ്റ നടന്നു കഴിഞ്ഞപ്പോ വിധങ്ങൾ പറഞ്ഞുവല്ലോ, അലൈക്കും ബിസ്സൂഖ് ലാ തദഉഹാ ലിൽയഹൂദ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ കച്ചവടം ചെയ്യണം, മാർക്കറ്റിലേക്ക് പോകണം. ലാ തദഉഹാ ലിൽയഹൂദ്, നിങ്ങളത് ജൂതന്മാർക്ക് വിട്ടുകൊടുക്കരുത്, നിങ്ങളും കച്ചവടം ചെയ്യണം. മുസ്ലിമീങ്ങളായ ആളുകൾ മദീനയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, ഹിജ്റ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. അല്ലാഹുവിന്റെ റസൂലിനെ പാട്ടുപാടി സ്വീകരിച്ചവരാണ് മദീനക്കാർ. നബിയും അവിടുത്തെ അസ്ഹാബും വരികയാണ്. നമ്മൾ പറഞ്ഞൊരു മുദരിസിന്റെ കൂടെയുള്ള മുതഅല്ലിമീങ്ങളും വരുമ്പോ നമ്മൾ സ്വീകരിക്കൂലേ? അവർക്ക് വേണ്ട ഭക്ഷണം സൗകര്യം ചെയ്തു കൊടുക്കില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അസ്ഹാബിന് 250ഓളം വരുന്ന സഹാബികൾക്ക് എല്ലാ സൗകര്യം മദീനക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് നബി തങ്ങൾ പറയാ, നിങ്ങളെ പള്ളിയിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. അലൈക്കും ബിസ്സൂഖ്, മാർക്കറ്റിലേക്ക് ഇറങ്ങണം, ജോലി ചെയ്യണം, നിങ്ങൾ കച്ചവടം ചെയ്യണം. മദീനക്കാർ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരുക്കമാണ്, മദീനക്കാർ നിങ്ങൾക്ക് താമസം തരാൻ ഒരുക്കമാണ്. സമ്പത്തിന്റെ പകുതി ഞാൻ തരാം, വീടിന്റെ പകുതി ഞാൻ തരാം. 2 ഭാര്യമാരുള്ളവർ, എന്റെ ഭാര്യമാരിൽ നിങ്ങൾക്ക് ആരിഷ്ടമായെന്ന് പറയണം, അവരെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. അങ്ങനെ ഒരു ഡെഡിക്കേഷൻ കാണിച്ചൊരു സമൂഹത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത് അനുയായികളോട്? നിങ്ങൾ യാത്ര ചെയ്തു വന്ന് ക്ഷീണിച്ചവരല്ലേ, ഇനി ഒരു പണി എടുക്കണ്ട, ഇവിടെ ഇരുന്നോളൂ എന്നാണോ? അലൈക്കും ബിസ്സൂഖ്, അങ്ങാടിയിലേക്ക് പോകണം, മാർക്കറ്റിലേക്ക് പോകണം, കച്ചവടം ചെയ്യണേ. ലാ തദഉഹാ ലിൽയഹൂദ്, അത് ജൂതന്മാർക്ക് നിങ്ങൾ ഒഴിച്ചിട്ട് കൊടുക്കരുത്. മുസ്ലിമീങ്ങളായ ആളുകൾ കച്ചവടത്തിന് ഇറങ്ങണമെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞപ്പോഴാണ് മഹാനായ സുഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, 4 ദിർഹമാണ് നബിയെ കയ്യിലുള്ളത്. 4 ദിർഹം. ഇതുകൊണ്ട് ഞാൻ എന്ത് കച്ചവടം ചെയ്യാനാ നബിയെ? നമ്മളെ നാട്ടിലിപ്പോ കിട്ടുമോ? 400-നും 4000-നും ജോലി ചെയ്യാൻ പറ്റും. കച്ചവടം കിട്ടുമോ? കച്ചവട സ്ഥാപനത്തിന് വാടകന്റെ മുമ്പ് ഒരു എമൗണ്ട് കൊടുക്കണ്ടേ? പിന്നെ വാടക വേറെ, പിന്നെ കച്ചവടം കിട്ടിയിട്ട് വേണം. ചെറിയ സംഖ്യയാണ്. നബി തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തരൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആ കൈ നീട്ടിയിട്ട് ആ കൈയിൽ പരിശുദ്ധ ഹബീബിന്റെ കൈ വെച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫീ സഫഖതി യദിഹി. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അവരുടെ കൈയിൽ ബറക്കത്ത് കൊടുക്കണേ, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണമേ. നബി തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون. അധ്വാനിക്കണേ എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്വാനശീലമുള്ളവരായി മാറുന്നത്. التاجر الصدوق الأمين مع النبيين والصديقين والشهداء. ഇമാം അബൂ ഈസ തിർമിദി തങ്ങൾ ഉദ്ധരിക്കുന്ന സുനനിൽ അത്താജിറു സ്വദൂഖു, സത്യം പറയുന്ന കച്ചവടക്കാരൻ, മഅൻ നബിയീൻ, പ്രവാചകന്മാരുടെ കൂടെയാണ്, വസ്സുദ്ദീഖീൻ, സുദ്ദീഖീങ്ങളുടെ കൂടെയാണ്, വസ്സുഹദാ, രക്തസാക്ഷികളായ ഇസ്ലാമിന്റെ ചോര ചിന്തി മരിച്ചവരുടെ കൂടെ. നമ്മുടെ നാടുകളിൽ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവരും അംബിയാഇന്റെ സ്ഥാനത്തേക്ക് ശുഹദാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ആ ഒരു സുഹബത്ത് കിട്ടാൻ സത്യസന്ധരായ കച്ചവടക്കാർക്ക് കഴിയുമെന്ന് മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സാദിഖുൽ അമീൻ, അതിന് കണ്ടീഷൻ നബി ഞങ്ങൾ പറഞ്ഞു, അസ്സദൂഖുൽ അമീൻ, സത്യസന്ധനാവണം, ട്രൂത്ത്ഫുൾ, അൽ അമീൻ, ട്രസ്റ്റ്വർത്തി, വഞ്ചന ചെയ്യരുത്, വഞ്ചിക്കരുത്. 916 പറഞ്ഞാൽ 916 തന്നെ ആവണമെന്ന് നമ്മൾ റാഫി പോയോ? അപ്പോ പോയോ?
ഉദാഹരണം പറയാ, ഓരോരുത്തർക്കും ജ്വല്ലറി നടത്തുന്ന ജ്വല്ലറിയിൽ എന്ത് ചെയ്യണം? സത്യസന്ധമായ ബിസിനസ് ചെയ്യണം. പലചരക്ക് കച്ചവടം ചെയ്യുന്നവര് അങ്ങനെ അത് സത്യസന്ധമായിട്ട് കൊടുക്കണം. ഏത് ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ സത്യസന്ധമായിട്ട് ചെയ്യാൻ അങ്ങനത്തെവർ അവർക്കേ ഉള്ളൂ കേട്ടോ. അത് വളരെ കുറച്ച് ആൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് പൊളിഞ്ഞത് നമ്മുടെ കണ്ണിയത്ത് ഉസ്താദ് അവറുകളൊക്കെ. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനവറുകൾ അള്ളാഹുയുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ. ടിംബറിന്റെ ഫർണിച്ചറിന്റെ ജോലി ചെയ്തല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെയും സുഫിയാൻ സൗരി തങ്ങളുടെയും ഇബ്രാഹിം അദ്ഹം തങ്ങളുടെയും ചരിത്രം നമുക്ക് വഴിയെ വരുന്നുണ്ട്. ആ മാതൃകയാണ് ആ മഹാൻ കാണിച്ചത്. അധ്വാനിക്കാൻ. അപ്പൊ മരക്കച്ചവടം നടത്തുന്നവരെ പല നുണയും പറയും. കണ്ണീത്ത് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? അവരൊക്കെയാണ് സമസ്തയെ നയിച്ചവർ, ഒക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. മരം കാണിച്ചു കൊടുത്തിട്ട് പറയും, വാഴക്കാട് ബിസിനസ് ചെയ്യുമ്പോഴേ പിന്നെ ഈ മരം ഇവിടെ ചെറിയൊരു പൊട്ട് കാണുന്നുണ്ട്, ചിലപ്പോൾ ഉള്ളിലേക്ക് വലിയ പൊട്ടുണ്ടാവും. ചെറിയൊരു ദ്വാരം കാണുന്നുണ്ട്, ഉള്ളിലേക്ക് വലിയൊരു ദ്വാരായിരിക്കും, അതൊന്നും പറയാൻ പറ്റൂല. അതിനിഷ്ടപ്പെടുന്നത് മതി. ഇങ്ങനെ കച്ചവടം ചെയ്ത് കച്ചവടം പൊളിഞ്ഞു. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് പൊളിയോ? ഇല്ല, അള്ളാഹുവിന്റെ അടുത്ത് പൊളിഞ്ഞിട്ടില്ല. സത്യസന്ധമായി ഒന്നും തന്റെ കസ്റ്റമേഴ്സിനോട് മറച്ചു വെക്കാതെയുള്ള കച്ചവടം, വഞ്ചനയില്ലാത്ത കച്ചവടം, അതിന്റെ ഫോൾസുകളും ഡിഫക്റ്റുകളും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്ന കച്ചവടം. അത്തരം കച്ചവടക്കാർ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്. അംബിയാഇന് ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു വഹി കൊടുത്തിരുന്ന അംബിയാക്കന്മാരില്ലേ, വ്യാപകതകൾ വ്യത്യാസമില്ലാതെ ഇബാദത്തിൽ മുഴുകിക്കഴിഞ്ഞ സുദ്ദീഖീങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി രക്തക്കളത്തിലേക്ക് ചോരക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുത്തു പോകുന്ന ശുഹദാ, അവരൊക്കെ പോകുന്നിടത്തേക്ക് ഈ സത്യസന്ധന്മാരായ കച്ചവടക്കാര് പോകുമെന്ന് മുസ്ലിം പറയണമെങ്കിൽ അത് അത്രക്ക് പ്രയാസമുള്ളൊരു സംഗതിയാണ്. കച്ചവടക്കാർക്ക് ഇങ്ങനെ ഒരു ഉപദേശം നബി തങ്ങളുടേത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിൽ ഇച്ചിരി നഷ്ടം വന്നാൽ എന്തേ, അംബിയാഇന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. അള്ളാഹു ആ രീതിയിൽ കച്ചവടം ചെയ്യാൻ നമ്മുടെ കച്ചവടക്കാർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹുർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.